നമസ്കാരം. തുർക്കി ആപ്പിളിന് അനൌദ്യോഗിക നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പൂനെയിലെ പഴക്കച്ചവടക്കാര്. പാകിസ്ഥാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച തുർക്കിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഒരു വിഭവങ്ങളും ഇനി വിൽക്കില്ല എന്നാണ് കച്ചവടക്കാരുടെ തീരുമാനം. ഇതിനെ പിന്തുണച്ച് നാട്ടുകാരും എത്തിയതോടെ നിരോധനം പൂർണ്ണമായി. തുർക്കിയിൽ നിന്നുള്ള ആപ്പിളിന് പകരം മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വിവിധയിടങ്ങളിൽ നിന്നുമുള്ള ആപ്പിളുകളാണ് നാട്ടുകാർ ഇപ്പോൾ ചോദിച്ചു വാങ്ങുന്നത് എന്നാണ് കച്ചവടക്കാരും പറയുന്നത്. ഇതോടെ പൂനെയിലെ പഴക്കടകളിലൊന്നും തന്നെ തുർക്കി ആപ്പിൾ കിട്ടാനില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴുകയും ഇരു രാജ്യങ്ങളും യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ ഇന്ത്യയെയും പാകിസ്ഥാനെയും പിന്തുണച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളും മുന്നോട്ട് വന്നിരുന്നു. ഈ സമയത്താണ് പാകിസ്ഥാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തുർക്കി മുന്നോട്ട് വരുന്നത്. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെ പിന്താങ്ങുന്നതിലൂടെ തുർക്കിയും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിൽ വാദങ്ങളും ഉയർന്നിരുന്നു. എന്തായാലും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യത്തിന്റെ സമ്പത്തിലേക്ക് തങ്ങളുടെ ഭാഗത്തു നിന്നും ചെറിയ തോതിലുള്ള സഹായം പോലും വേണ്ട എന്ന ദൃഢനിശ്ചയത്തിലാണ് പൂനെയിലെ പഴക്കച്ചവടക്കാർ. പൊതുവിൽ ഈ സീസണിൽ 1000 മുതൽ 1200 കോടി വരെ വിറ്റുവരവ് ലഭിക്കാറുണ്ട്. ഈ ലാഭം വേണ്ട എന്ന് വയ്ക്കുന്നതിലൂടെ രാജ്യത്തിനോടും സർക്കാരിനോടും പട്ടാളക്കാരോടുമുള്ള തങ്ങളുടെ പിന്തുണ കൂടിയാണ് അറിയിക്കുന്നതെന്നും കച്ചവടക്കാർ പറയുന്നു. തുർക്കിയിൽ നിന്നും ഇനി ആപ്പിൾ വാങ്ങേണ്ടെന്നാണ് ഞങ്ങളുടെ തീരുമാനം. പകരം ഹിമാചൽ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നും ഇറാനിൽ നിന്നുമെല്ലാം ആപ്പിൾ കൂടുതലായി വാങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കച്ചവടക്കാർ മാത്രമല്ല, പഴങ്ങൾ വാങ്ങാൻ എത്തുന്നവരും ഈ തീരുമാനത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്. ഇന്ത്യ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യത്തിൽ രാജ്യത്തോടുള്ള ഞങ്ങളുടെ സ്നേഹവും പിന്തുണയും ഇങ്ങനെയും കാണിക്കാമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നാണ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി ചന്തയിലെ ആപ്പിൾ കച്ചവടക്കാരനായ സുയോഗ് സിംഗ് പറയുന്നത്. ചന്തകളിൽ തുർക്കി ആപ്പിളിന്റെ ആവശ്യക്കാരിൽ 50% കുത്തനെ ഇടിവുണ്ടായതായി മറ്റ് കച്ചവടക്കാർ പറയുന്നുണ്ട്. മൊത്തം വ്യാപാരത്തിൽ മാത്രമല്ല, ചില്ലറ വ്യാപാരത്തിലും നിരോധനം വലിയ തോതിൽ ചലനം സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ നിരവധി ആപ്പിൾ വകഭേദങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് നമ്മുടെ രാജ്യത്തിനെതിരായി ഒപ്പുവെച്ച ഒരു രാജ്യത്തിൽ നിന്നും സാധനം വാങ്ങുന്നത്? തുർക്കി ആപ്പിൾ വേണ്ടെന്ന കച്ചവടക്കാരുടെ തീരുമാനത്തെ പിന്താങ്ങിക്കൊണ്ട് സാധനം വാങ്ങാൻ എത്തിയവരും ചോദിക്കുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പ്രത്യാക്രമണം നടത്തി. 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യൻ ഓപ്പറേഷൻ. ഇതിൽ 100ഓളം ഭീകരരെ വധിച്ചെന്ന് ഇന്ത്യൻ സേന നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിലടക്കം ബഹിഷ്കരണാഹ്വാനം ശക്തമാക്കുന്നതിനിടെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളിൽ പാകിസ്ഥാൻ ഒപ്പമെന്ന് ആവർത്തിച്ചിരുന്നു തുർക്കി. പാകിസ്ഥാനെതിരെയുള്ള മിസൈൽ ആക്രമണങ്ങളെ നേരത്തെയും തുർക്കി അപലപിച്ചതാണെന്നും പ്രസിഡന്റ് എർദോഗാൻ ആവർത്തിച്ചിരുന്നു. ഇപ്പോഴത്തെ വെടിനിർത്തൽ തുടരണം, പാകിസ്ഥാനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ പാടില്ലെന്നും തുർക്കി ആവശ്യപ്പെട്ടിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ നേരത്തെ അപലപിച്ചതാണ്. സിന്ധു നദീജല തർക്കം അടക്കം വെടിനിർത്തലിനിടെ ചർച്ച ചെയ്യണമെന്നും തുർക്കി ആവശ്യപ്പെട്ടിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ച രാജ്യമാണ് തുർക്കി. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ച ഡ്രോണുകളിൽ തുർക്കി ഡ്രോണുകളും ഉണ്ടെന്ന് നേരത്തെ ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിച്ചിരുന്നു. ആക്രമണം ഏറ്റവും ശക്തമായ മെയ് 8-ന് മാത്രം 300 മുതൽ 400 വരെ ഡ്രോണുകൾ ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിച്ചെത്തിയതെന്ന് വാർത്താ സമ്മേളനത്തിൽ കേണൽ സോഫിയ ഖുറേഷിയും സ്ഥിരീകരിച്ചിരുന്നു.